ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അപ്പോൾ 16-ാം തീയതി ഷഷ്ടിയാണ്. നാളെ മകരം 1-ാം തീയതിയാണ്. നാളെ എല്ലാവരും വ്രതത്തിലൊക്കെ ഇരിക്കുക, ഒരിക്കലൊക്കെ കൊണ്ടിരിക്കുക. ഷഷ്ടി എല്ലാവരും എടുക്കണം. സ്കന്ദഷഷ്ടി എടുത്തവരായാലും അല്ലാത്തവരായാലും എല്ലാവരും ഷഷ്ടി എടുക്കണം. സ്കന്ദഷഷ്ടി നമ്മൾ എടുക്കുന്നത് സാധാരണ നമ്മൾ പറയുന്നത് സ്കന്ദഷഷ്ടി വളരെ പ്രധാനപ്പെട്ട ഒരു ഷഷ്ടിയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഷഷ്ടിയാണ്. പക്ഷേ നമ്മൾ പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില മനുഷ്യർക്ക് എല്ലാ മാസവും വരുന്ന ഷഷ്ടി എടുക്കാൻ കഴിയില്ല. അങ്ങനെ എടുക്കാൻ കഴിയാത്തവർ സ്കന്ദഷഷ്ടി വ്രതം എടുത്താൽ അവർക്ക് ഈ മറ്റ് ഷഷ്ടികൾ എടുക്കാത്ത ആ ഒരു കുറവുകളെല്ലാം പരിഹരിക്കപ്പെടും. അത്രയും ശക്തിയുള്ള ഒരു ഷഷ്ടിയാണ് സ്കന്ദഷഷ്ടി എന്നാണ് പറയുന്നത്. പക്ഷെ അതുകൊണ്ട് സ്കന്ദഷഷ്ടി എടുത്തവർ ബാക്കി ഷഷ്ടികൾ എടുക്കരുത് എന്നല്ല അതിൻ്റെ അർത്ഥം. എല്ലാ ഷഷ്ടികളും എടുക്കണം. പ്രത്യേകിച്ച് സ്കന്ദഷഷ്ടി എടുത്താൽ, മറ്റേതൊന്നും എടുത്തില്ലെങ്കിലും സ്കന്ദഷഷ്ടി എടുത്താലും മതി. അതൊരു ഓപ്ഷൻ മാത്രമാണ്. പക്ഷേ എല്ലാ മാസവും 2 ഷഷ്ടികൾ വരുന്നുണ്ട്. 2 ഷഷ്ടികളും വ്രതത്തിലിരിക്കുക, അതല്ലെങ്കിൽ ശുദ്ധാഹാരത്തിലിരിക്കുക, ഒന്നുമില്ലെങ്കിലും പ്രാർത്ഥനയിലെങ്കിലും മുഴുകിയിരിക്കുക. ഷഷ്ടികളെല്ലാം നിങ്ങൾ എടുക്കണം. എല്ലാ മാസത്തെയും 2 ഏകാദശി ദിവസങ്ങളും നോക്കിയിരുന്ന് ആ ഏകാദശികളെല്ലാം നിങ്ങൾ എടുക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വളരെ ഫലത്തെ പ്രദാനം ചെയ്യും. ഈ ഏകാദശി ആയിട്ടോ അല്ലെങ്കിൽ ഷഷ്ടിയായിട്ടോ എടുക്കാൻ കഴിയാത്തവർ പോലും ആ ദിവസങ്ങൾ നോക്കിയിരുന്ന് അന്നത്തെ ദിവസം നിങ്ങൾ പ്രത്യേകമായി ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യണം. ഇത്തവണ വരുന്ന ഏകാദശി വളരെ വളരെ വിശേഷപ്പെട്ടതാണ്. ഞാൻ വീഡിയോ ഇടാം. എല്ലാവരും ആ രീതിയിൽ ഏകാദശി എടുക്കണം. പിന്നെ ഞാൻ പറയാൻ വരുന്നത് നാളത്തെ കാര്യമാണ്. നാളെ പഞ്ചമി തിഥിയാണ്. പഞ്ചമി തിഥി നമ്മുടെ ഹിന്ദു വിശ്വാസം അനുസരിച്ച് വളരെ വളരെ വിശേഷപ്പെട്ട ഒരു തിഥിയാണ് പഞ്ചമി എന്ന് പറയുന്നത്. പിറ്റേ ദിവസം ഷഷ്ടി തിഥി, അതുകൊണ്ട് നമ്മൾ ഷഷ്ടി എടുക്കുന്നു. പിന്നെ ഏകാദശി വരുന്നുണ്ടൊക്കെ, അതൊക്കെ നമുക്കറിയാം. ത്രയോദശി, ദശമി, ഇതെല്ലാം നമുക്കറിയാം ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു തിഥിയാണ് എന്തെന്ന് പറയുന്നത്, പഞ്ചമി എന്ന് പറയുന്നത്. കാരണം ദേവി മഹാത്മ്യത്തിൽ ഈ പഞ്ചമി ദേവിയെ പറ്റി ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ലളിതാ സഹസ്രനാമം വായിക്കുമ്പോൾ, ലളിതാ സഹസ്രനാമം നിങ്ങൾ എല്ലാവരും നമ്മൾ ലളിതാ സഹസ്രനാമം ജപിക്കുന്നതാണ്. അപ്പോൾ ലളിതാ സഹസ്രനാമത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു വരിയുണ്ട്, പഞ്ചമി പഞ്ചഭൂതേഷി പഞ്ച സാഖ്യോപചാരിണി. അതിനകത്ത് ആരെ പറയുന്നുണ്ട്? പഞ്ചമി ദേവിയെ പറയുന്നുണ്ട്. ഇനി വേറൊരു വരിയുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. വിശുക്ര പ്രാണഹരണ വരാഹി വീര്യനന്ദിത. വിശുക്രൻ എന്ന് പറയുന്ന ആ അസുരനെ വധിച്ചവളായിട്ട് പറയുന്നത് വാരാഹി. ഈ വാരാഹി തന്നെയാണ് ആരെന്ന് പറയുന്നത്? പഞ്ചമി ദേവി. ഇനി നിങ്ങൾ പറയുന്നുണ്ട് കിരിചക്ര രഥാരൂഢ ദണ്ഡനാഥ പുരസ്കൃത. അപ്പോൾ ഈ ദണ്ഡനാഥ എന്ന് പറയുന്നതും ആര് തന്നെയാണ്? പഞ്ചമി ദേവി തന്നെയാണ്, അല്ലെങ്കിൽ വരാഹി ദേവി തന്നെയാണ്. അപ്പം ദേവി മഹാത്മ്യത്തിൽ ശുംഭനിശുംഭന്മാരെ വധിച്ച ദേവിയുടെ ഒരു രൂപമാണ് ഏതെന്ന് പറയുന്നത് വരാഹി ദേവി. പന്നിയുടെ മുഖമാണ്. നമ്മൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അല്ലെങ്കിൽ ഭഗവാൻ നാരായണൻ്റെ വരാഹമൂർത്തി രൂപം നമ്മൾ പഠിച്ചു. പന്നിയുടെ മുഖമാണ്, വരാഹ രൂപമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്ത്രീ രൂപം, അതായത് ഭഗവാന്റെ വരാഹ രൂപത്തിൻ്റെ മറ്റൊരു സ്ത്രീ രൂപമാണ് ഏതെന്ന് പറയുന്നത് വരാഹി ദേവി. വരാഹി ദേവിയുടെ മറ്റു പേരുകളാണ് പഞ്ചമി, പഞ്ചുരുളി, പന്നിമുഖി, ദണ്ഡനാഥ, വാർത്താളി, ഇങ്ങനെ പല പേരുകളിൽ ദേവിയെ അറിയപ്പെടുന്നുണ്ട്. താന്ത്രിക ലക്ഷ്മി, അഷ്ടലക്ഷ്മി സ്വരൂപിണി, സമയേശ്വരി, രാത്രിദേവി, ഇങ്ങനെ ഒരുപാട് പേരുകളിലാണ് ഇതറിയപ്പെടുന്നത്. ദേവീഭക്തരും ശിവഭക്തരും വിഷ്ണു ഭക്തരും ഒരുപോലെ ആരാധിക്കുന്ന ദേവിയുടെ ഒരു രൂപമാണ് ഏതെന്ന് പറയുന്നത് ഈ പഞ്ചമി ദേവി അല്ലെങ്കിൽ വരാഹരൂപി എന്ന് പറയുന്നത്. ദാരികാവധ സമയത്തും അന്ധകാസുര വധവും ഒക്കെ നടത്തിയത് ആരാണ്? പഞ്ചമി ദേവിയാണ്. അതുപോലെ തന്നെ സപ്തമാതാക്കൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സപ്തമാതാക്കൾ ദേവിയുടെ 7 രൂപങ്ങളുണ്ട്. ആ 7 രൂപങ്ങളിൽ 5ാമത്തെ ദേവിയാണ് പഞ്ചമി അല്ലെങ്കിൽ വരാഹി എന്ന് പറയുന്നത്. ഇനി സപ്തമാതാക്കൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബ്രാഹ്മി, വൈഷ്ണവി, മഹേശ്വരി, കൗമാരി, വരാഹി, ഇന്ദ്രാണി, ചാമുണ്ഡി. ഇവരാണ് ദേവിയുടെ 7 സപ്തമാതാക്കൾ എന്ന് പറയുന്നത്, 7 രൂപങ്ങളെന്ന് പറയുന്നത്. ബുദ്ധമതക്കാർ വജ്രവരാഹി എന്ന രൂപത്തിലാണ് വരാഹിയെ ആരാധിക്കുന്നത്. ദാരികാവധവും അന്ധകാസുര വധവും എല്ലാം നടത്തിയത് ആര് തന്നെയാണ്? പഞ്ചമി ദേവിയാണ്. അതുപോലെ അസുര രാജാവായ ഹിരണ്യകശിപുവിനെ വധിച്ചതിന് ശേഷം നരസിംഹ ഭഗവാനെ ഭയങ്കര ക്രോധത്തിലിരിക്കുകയാണ് നരസിംഹ ഭഗവാൻ. ആ ഭഗവാനെ ശാന്തനാക്കിയത് ആരാണെന്ന് പറയുന്നു? വരാഹി ദേവിയാണെന്ന് പറയുന്നു. വരാഹി ദേവി പക്ഷേ വളരെ ഉഗ്രരൂപിയാണെങ്കിലും തൻ്റെ ഭക്തന്മാരോട് വളരെയധികം
സ്നേഹമുള്ളവളും കരുണയുള്ളവളും ആണ്. ലളിതാ ത്രിപുരസുന്ദരിയുടെ സൈന്യാധിപയാണ് ആരെന്ന് പറയുന്നത്? വരാഹി ദേവി. അപ്പോൾ ഇത്രയും വിശേഷണങ്ങൾ വരാഹി ദേവിക്കുണ്ട്. വരാഹി ദേവി സിംഹത്തിൻ്റെ പുറത്താണ് ഇരിക്കുന്നത്. രാത്രിയുടെ ദേവതയാണ് വരാഹി ദേവി. അതേപോലെ തന്നെ രക്തബീജൻ എന്ന് പറയുന്ന ഒരു അസുരനുണ്ടായിരുന്നു, രക്തബീജാസുരൻ. രക്തബീജാസുരൻ്റെ രക്തത്തിൽ നിന്നും, ശരീരത്തിൽ നിന്നും ഒരു തുള്ളി രക്തം താഴെ വീണാൽ അതിനകത്തു നിന്നും 1000 അസുരന്മാർ ജനിക്കുമെന്നാണ് പറയുന്നത്. ആ രക്തബീജനെ വധിച്ചത് ദുർഗാദേവിയാണ്. ആ ദുർഗാദേവിക്ക് രക്തബീജനെ വധിക്കാനായിട്ട് നടന്ന ആ യുദ്ധസമയത്താണ് ദേവി ഈ സപ്തമാതാക്കളെ, ദേവിയുടെ ശരീരത്തിൽ നിന്നും ഈ സപ്തമാതാക്കൾ സൃഷ്ടിക്കപ്പെട്ടതെന്ന് പറയുന്നു. അങ്ങനെ ഈ സപ്തമാതാക്കളും ദേവിയും കൂടെ ചേർന്നിട്ടാണ് ആരെ വധിക്കുന്നത്? രക്തബീജൻ എന്ന് പറയുന്ന അസുരനെ വധിക്കുന്നത്. ആ സമയത്താണ് ഈ വരാഹി ദേവി ഉണ്ടായതെന്നും ഒരു ഐതിഹ്യം പറയുന്നുണ്ട്. മാർക്കണ്ഡേയ പുരാണത്തിലും ദേവി മഹാത്മ്യത്തിലും അതുപോലെ ഈ ലളിതാ സഹസ്രനാമങ്ങളിലും എല്ലാം ഒരുപാട് സ്ഥലങ്ങളിൽ ഈ വരാഹി ദേവിയെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ മനുഷ്യർ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ക്ഷിപ്രപ്രസാദിനിയാണ്. തൻ്റെ ഭക്തർ വളരെ പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിനൊരു ഫലസിദ്ധി ഉണ്ടാകും. വരാഹി ദേവിയെ പ്രത്യേകിച്ച് ഈ അഷ്ടമി തിഥിയിലൊക്കെ പ്രാർത്ഥിച്ചാലെന്ന് പറയുന്നു. രാത്രിയുടെ ദേവതയാണ്. ഒരു പ്രത്യേക രീതിയിലാണ് ദേവിയെ പ്രാർത്ഥിക്കേണ്ടത്. അതായത് നമ്മൾ മഹാലക്ഷ്മിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ വടക്കോട്ട് തിരിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കും. അതേപോലെ തന്നെ ഈ വരാഹി ദേവിയെയും വടക്കോട്ട് തിരിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. നമ്മുടെ സന്ധ്യാസമയത്തെ പ്രാർത്ഥനകൾക്കെല്ലാം ശേഷം നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുമല്ലോ, ത്രിസന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് നമ്മൾ ഭഗവാനെയും ദേവിയെയും ഒക്കെ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനകൾക്ക് എല്ലാം ശേഷം ഒരു 8 മണിക്ക് ശേഷമാണ് ഈ രാത്രിയുടെ ദേവതയായ ഈ വരാഹി ദേവിയെ പ്രാർത്ഥിക്കേണ്ടത്. അതല്ലെങ്കിൽ വെളുപ്പിനെ പ്രാർത്ഥിക്കണം. ഈ 2 സമയങ്ങളിലാണ് പ്രാർത്ഥിക്കേണ്ടത്. പകൽ സമയത്തും പ്രാർത്ഥിക്കാം, എന്നാലും പ്രാർത്ഥനയ്ക്ക് കുറച്ചും കൂടെ ഒരു ശക്തി വരുന്നത് ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോഴാണെന്ന് പറയുന്നു. അതുപോലെ ആപത്ത് ഘട്ടങ്ങളിൽ നമ്മളൊരു വലിയ ആപത്തിൽപ്പെട്ടിരിക്കുന്നു, ആപത്തിൽ നിന്നും പെട്ടെന്ന് നമുക്കൊരു രക്ഷ നേടണമെങ്കിൽ ദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഫലത്തെ പ്രദാനം ചെയ്യുമെന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. നമ്മൾ ഒരു 8 മണിക്ക് ശേഷം, പ്രത്യേകിച്ച് ഈ പഞ്ചമി ദിവസമൊക്കെ ഒരു 8 മണിക്ക് ശേഷം നമ്മൾ വിളക്ക് കത്തിച്ചിട്ട്, വിളക്ക് നമ്മൾ കത്തിച്ച് വടക്കോട്ട് തിരിഞ്ഞ് ആ ദിശയിലേക്ക് വിളക്ക് കത്തിച്ച് വെച്ചിട്ട് നമ്മൾ വടക്കോട്ട് തിരിഞ്ഞിരുന്നിട്ട് ദേവിയെ പ്രാർത്ഥിക്കാം. അപ്പം ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നൈവേദ്യം എന്ന് പറയുന്നത് നമ്മൾ ഈ മധുരക്കിഴങ്ങ്, മാതള നാരങ്ങ, ഇതൊക്കെ ദേവിക്ക് വലിയ ഇഷ്ടമാണ്. അതുപോലെ ഈ ശംഖുപുഷ്പം ഉപയോഗിച്ചിട്ട് ദേവിയെ അർച്ചന ചെയ്യുന്നത് ദേവിക്ക് വലിയ ഇഷ്ടമാണ്. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അതുപോലെ മഞ്ഞൾ ദേവിക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് പെട്ടെന്നൊരു കാര്യം നമുക്ക് വേണം, നമുക്ക് പെട്ടെന്ന് ഒരു ആപത്ത് വന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് സാധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ തുടർച്ചയായിട്ട് ഒരു 11 ദിവസമോ അല്ലെങ്കിൽ 9 ദിവസമോ ഒക്കെ ദേവിയെ വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദേവി അതിന് ഫലം പ്രദാനം ചെയ്യുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പെട്ടെന്നൊരു ആപത്തിപ്പെട്ടു, നിങ്ങൾക്ക് പെട്ടെന്നൊരു ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്കൊരു ആവശ്യം വന്നു, ആ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഭഗവതിയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അതിന് ഫലം നൽകുമെന്നാണ് പറയുന്നത്. അതിനൊരു മന്ത്രം പറയുന്നുണ്ട്, അതാണ് ഈ വജ്രഘോഷം എന്ന് പറയുന്ന ഒരു മന്ത്രം. ആ വജ്രഘോഷമോ എന്ന് നിങ്ങളിങ്ങനെ ഒരു 21 തവണ ജപിച്ചു കഴിഞ്ഞാൽ അതിന് പെട്ടെന്ന് തന്നെ നമുക്കതിനൊരു സഡൻ റിയാക്ഷൻ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. എന്താണ് വജ്രഘോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയുന്നത്, ഈ ഭണ്ഡാസുരവധ സമയത്ത് ലളിതാ ത്രിപുരസുന്ദരി ഒരു സിംഹത്തിൻ്റെ പുറത്ത് കയറിയാണ് പോയത്. ആ സിംഹത്തിൻ്റെ പേരാണ് വജ്രഘോഷമെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇടിമുഴക്കം പോലെയുള്ളൊരു നാദം, അങ്ങനെയും ഒരു അർത്ഥം. അതുപോലെയുള്ള നാദം, ആ ഒരു നാദമാണ്, ആ ഒരു ശബ്ദത്തിലാണ് ദേവി ഈ ഭണ്ഡാസുരനെ വധിക്കാനായിട്ട് വന്നത്. ആ ഒരു യുദ്ധത്തെയാണത് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 2 രീതിയിലും പറയുന്നുണ്ട്. എന്തു തന്നെയായാലും ഈ ഓം വജ്രഘോഷം എന്ന് പറയുന്ന ഓം വജ്രഘോഷം എന്ന് നിങ്ങൾ ജപിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു സഡനായിട്ട് നമുക്കൊരു പ്രശ്നം വന്നാൽ ആ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കണമെങ്കിൽ ഈ ഒരു പ്രാർത്ഥന ജപിക്കാം. അതുപോലെ ഈ 8 മണിക്ക് ശേഷമുള്ള നിങ്ങളുടെ പ്രാർത്ഥനയിലും ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് 108 തവണയൊക്കെ വെച്ച് ജപിക്കാവുന്നതാണ്. കാരണം എനിക്ക് അനുഭവമുണ്ട്, ഈ ഒരു മന്ത്രം ജപിച്ചിട്ട് പെട്ടെന്ന് എനിക്ക് ചിലപ്പോൾ ഒരു പ്രശ്നത്തിലൊക്കെ വന്ന് പെട്ട് കഴിയുമ്പം പെട്ടെന്ന് അതിനകത്തു നിന്നൊരു മോചനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. കിട്ടാത്ത കാര്യമല്ല ഞാൻ പറഞ്ഞത്. അതുപോലെ ഞാനൊരു ക്ഷേത്രത്തിൽ, ഈ തിരുവനന്തപുരത്ത് ഞാനൊരു ക്ഷേത്രത്തിൽ പോയായിരുന്നു. നമ്മുടെ പേട്ട ആലേറ ഭാഗത്ത് ആണ് ഈ പഞ്ചമി ദേവിയുടെ ക്ഷേത്രം. ഞാൻ അവിടെ പോയപ്പോൾ ഞാൻ കണ്ട കാഴ്ചയെന്ന് പറയുന്നത് എനിക്ക് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു. കാരണം വളരെ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ
അതായത് കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം ഭാഗങ്ങളിൽ നിന്നൊക്കെ ആ ക്ഷേത്രത്തിലേക്ക് ആ സമയത്ത് ആളുകൾ വരുന്നതും വന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് തങ്ങളുടെ അനുഭവം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്കതിന് ഫലം ലഭിച്ചു, അതുകൊണ്ട് ഇവിടെ വന്നൊന്ന് തൊഴാൻ വരികയാണ് എന്ന് പറഞ്ഞ് വന്ന് നിന്ന് ദേവിയുടെ നടയിൽ വന്ന് നിന്ന് പ്രാർത്ഥിച്ചിട്ട് അവിടെ ഇങ്ങനെ അവരുടെ ആ അനുഭവങ്ങൾ പറയുന്നത് ഞാൻ എൻ്റെ ചെവിക്ക് ഞാൻ അത്ഭുതത്തോടു കൂടി നിന്നിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അവർക്കതിന് വലിയ ഫലമാണ് അവർ ഈ പ്രാർത്ഥന നടത്തിയപ്പോൾ അവർക്ക് കിട്ടിയതെന്ന് പറഞ്ഞിട്ടാണ് അവർ വന്നത്. എന്നിട്ട് വഴിപാടുകളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ചോദിക്കുന്നത് ഞാൻ കണ്ടു. കാരണം അവർക്ക് സ്ഥിരം വന്നു പോകാൻ പറ്റുന്ന അല്ലല്ലോ. അപ്പോൾ പൂജകളൊക്കെ എങ്ങനെയാണ് എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ച് മനസ്സിലാക്കി പോകുന്നുണ്ടായിരുന്നു. അവിടെ വരാഹി ദേവിക്ക് തേങ്ങാദീപം കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. അതുപോലെ തന്നെ ഒരു ക്ഷേത്രത്തിനകത്ത് 2 നടകളാണ്. അവിടെ ഒന്ന് ദുർഗാദേവിയും അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് വരാഹി ദേവിയും. ഇത് രണ്ടും ഒരുപോലെയാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ദുർഗാദേവിക്ക് നവഗ്രഹ ദീപം കത്തിക്കുന്നുണ്ടായിരുന്നു. അതായത് 9 മൺവിളക്കുകൾ, ഒരു പ്ലേറ്റിനകത്ത് 9 മൺവിളക്കുകൾ വെച്ചിട്ട് അതിനകത്ത് ദീപം കത്തിക്കുന്നു. അത് നവഗ്രഹ ദോഷങ്ങളെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് കത്തിക്കുന്നതാണെന്ന് പറയുന്നു. അതിനുശേഷം തൊട്ടപ്പുറത്തുള്ള വരാഹി ദേവിക്ക് തേങ്ങാദീപം, അതായത് ഒരു തേങ്ങ 2 തേങ്ങാമുറിയായിട്ട് മുറിച്ചിട്ട് അതിൽ 5 തിരിയിട്ടിട്ട് നെയ്വിളക്ക് കത്തിക്കുന്നു. അപ്പോൾ ഇതും ഞാൻ കണ്ടു. അപ്പോൾ ഇത് അവർ പറഞ്ഞത് ഇങ്ങനെ 11 വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ദോഷങ്ങളും അല്ലെങ്കിൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹങ്ങൾ നടക്കുമെന്നാണ് അവിടുന്ന് തിരുമേനി പറഞ്ഞത്. അതുപോലെ തന്നെ മഞ്ഞൾ അവിടുന്ന് തരുന്നായിരുന്നു. ആ മഞ്ഞൾ നമ്മൾ അരച്ച് മുഖത്ത് പുരട്ടാനും ഒക്കെ പറഞ്ഞു. അത് നമുക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജിയൊക്കെ ഉണ്ടെങ്കിൽ മാറുമെന്ന് പറഞ്ഞു. എന്തു തന്നെയായാലും അഭൂതപൂർവമായ തിരക്കാണ് അവിടെ. ആളുകൾ വരുന്നവർ ദേവി അവർക്ക് കൊടുത്ത അനുഭവങ്ങളെ പറ്റിയാണ് അവർക്ക് പറഞ്ഞിട്ടും മതി വരുന്നില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു അത്രയും ഒരു അത്ഭുത ശക്തിയുള്ള ഒരു ദേവിയാണ് വരാഹി ദേവി എന്ന് പറയുന്നത്. എന്തായാലും നിങ്ങൾ രാത്രി 8 മണിക്ക് ശേഷം ദേവിയെ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, ഒരു പ്രയാസം വരുന്ന സമയത്ത് ആ സമയത്ത് ഈ വജ്രഘോഷം എന്ന് പറയുന്ന ആ ഒരു മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം എനിക്കതൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പല സമയങ്ങളിലും. അതുപോലെ ഞാനൊരു കാര്യം സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ്, ഞാനൊരു കാര്യം പ്രാർത്ഥിച്ചിരുന്നു. ഒരു 95% ഞാൻ ആ ഒരു കാര്യത്തിലേക്ക് എത്തപ്പെട്ടു. ഇനി കുറച്ച് ഭാഗങ്ങളും കൂടെ മാത്രമേ ഉള്ളൂ. അത് എനിക്ക് സാധിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞാൻ അതിലേക്കുള്ള ഒരു യാത്രയിലാണ്. അപ്പോൾ അത് ദേവി എന്തായാലും എനിക്കത് സാധിച്ചു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാനത് പ്രാർത്ഥിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ആ ചില പ്രശ്നങ്ങളൊക്കെ ചെറുതായിട്ട് ഒന്ന് മാറി തുടങ്ങുന്നതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എന്ത് തന്നെയായാലും നിങ്ങൾ ദേവിയെ വിളിച്ച് പ്രാർത്ഥിക്കുക. ആ കാര്യത്തിലൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട. തീർച്ചയായിട്ടും എല്ലാവരും, ദേവി എന്ന് പറയുന്നത് അത് ദുർഗാദേവി ആയാലും വരാഹി ദേവി ആയാലും അല്ലെങ്കിൽ സരസ്വതി ദേവി ആയാലും ആര് തന്നെ ആയാലും എല്ലാം ഒന്ന് തന്നെയാണ്. കാരണം സപ്തമാതാക്കളിൽ ഒന്നാണ് ദേവി. പിന്നെ ഓരോ രൂപങ്ങൾ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. ഓരോ ദേവതകൾക്കും ഓരോ അനുഷ്ഠാനങ്ങളാണ്. ആ അനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് നമ്മൾ ചെയ്യുക. കാരണം മരുന്നുകൾ നമ്മൾ മരുന്ന് എന്നൊരു കാറ്റഗറിയിൽപ്പെട്ട ഒരു കാര്യം, നമ്മൾ പല അസുഖങ്ങൾക്ക് പല മരുന്നുകൾ കഴിക്കുന്നു എന്നത് പറയുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾക്കും ഓരോ ദേവതകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആ പ്രാർത്ഥനകളെല്ലാം നിങ്ങൾ ചെയ്യുക. അതുകൊണ്ട് പഞ്ചമി ദിവസം ദേവിയെ വിളിച്ച് പ്രാർത്ഥിക്കുക. ആ കാര്യത്തിൽ നിങ്ങൾ യാതൊരു ഉപേക്ഷയും വിചാരിക്കരുത്. സന്ധ്യാസമയത്ത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം പഞ്ചമി ദേവിയെ മനസ്സിലോർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. എല്ലാ ഐശ്വര്യങ്ങളും ഭഗവതി നിങ്ങൾക്ക് തീർച്ചയായിട്ടും തരും. അതിൽ 100% ഉറപ്പാണ്. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.